ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്രങ്ങളിൽ പ്രധാനമന്ത്രി ബുധനാഴ്ച ദർശനം നടത്തും. സുരക്ഷയ്ക്കായി 4000-ഓളം പോലീസുകാരെ വിന്യസിപ്പിച്ചു. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ കാർ പാറക്കുളത്തിലേക്ക് മറിഞ്ഞ് മരിച്ച 3 പേരിൽ 2 പേരുടെ സംസ്കാരം നടന്നു. പാറക്കുളത്തിന്റെ റോഡിനോട് ചേർന്നുള്ള കൈവരികൾ അപര്യാപ്തമെന്ന് അഗ്നിശമന സേന. ചേലക്കര തൊട്ടേക്കാട് മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. 100ഓളം വാഴകളും തെങ്ങുകളുമാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. ഏനമാവ് റെഗുലേറ്ററിന് സമീപം ഭാഗികമായി പൊളിച്ച വളയംകെട്ട് പുനഃസ്ഥാപിച്ചില്ല. വിവിധ പാടശേഖരങ്ങളിലെ 10,000 ഏക്കർ നെൽകൃഷി നാശത്തിന്റെ വക്കിൽ. നെൽ കർഷകർ പ്രക്ഷോഭത്തിലേക്ക്. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനൊരുങ്ങി ഗുരുഭവനപുരി. നഗരം കനത്ത സുരക്ഷാ വലയത്തിലാണ്. നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാനാണ് ബുധനാഴ്ച രാവിലെ മോദി ഗുരുവായൂരിലെത്തുന്നത്. ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാണ് മോദി വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക. രാവിലെ 7:20 മോദി ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ ഇറങ്ങും. 7:30 ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തും. 7:40 ക്ഷേത്ര ദർശനം നടത്തും. 8:30 വരെ ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം 8:45 വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് 9:30 മടങ്ങും. 2008 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും 2019 പ്രധാനമന്ത്രിയായപ്പോഴും മോദി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. 2 തവണയും താമര കൊണ്ടാണ് തുലാഭാരം നടത്തിയത്. ഇത് കണക്കിലെടുത്ത് ദേവസ്വം താമര കരുതുന്നുണ്ട്. 4000-ഓളം പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗുരുവായൂരപ്പന്റെ ചാരുതയാർന്ന ദാരുശില്പവും കൃഷ്ണനും രാധയും ഗോപികയും ഒരുമിച്ചുള്ള ചുമർ ചിത്രവും ദേവസ്വം സമ്മാനിക്കും. തേക്കുമരത്തിൽ തീർത്ത ചതുർബാഹുവായ ഗുരുവായൂരപ്പന്റെ ദാരുശില്പം ശില്പി എളവള്ളി നന്ദനാണ് നിർമ്മിച്ചത്. 19 ഇഞ്ച് വലിപ്പമുള്ള ശില്പം 4.5 ദിവസമെടുത്താണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ചുമർചിത്രം തയ്യാറാക്കിയത്. പരമ്പരാഗത കേരളീയ ശൈലിയിലുള്ള ചുമർചിത്രം പ്രിൻസിപ്പൽ KU കൃഷ്ണകുമാറും ചീഫ് ഇൻസ്ട്രക്ടർ M നളിൻ ബാബുവും ചേർന്നാണ് വരച്ചത്. 70 സെന്റിമീറ്റർ നീളവും 55 സെന്റിമീറ്റർ വീതിയുമുള്ള ക്യാൻവാസിൽ പഞ്ചവർണ്ണമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഗുരുവായൂരപ്പനെ പ്രകീർത്തിക്കുന്ന നാരായണീയത്തിലെ പ്രാരംഭ ശ്ലോകം ചിത്രത്തിന് ഭക്തി നിറവേകുന്നു. ദേവസ്വം ചെയർമാൻ, ഭരണസമിതി അംഗങ്ങൾ, അഡ്മിനിസ്ട്രേറ്റർ എന്നിവർ ചേർന്ന ഉപഹാരങ്ങൾ പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുരുവായൂർ സന്ദർശനത്തിന്റെ ഭാഗമായി ട്രയൽ റൺ നടത്തി. പ്രധാനമന്ത്രി ഹെലിപാഡിൽ വന്നിറങ്ങുന്നത് മുതൽ ക്ഷേത്ര ദർശനം നടത്തി മടങ്ങിപ്പോകുന്നതുവരെയുള്ള യാത്രയുടെ റിഹേഴ്സലാണ് പുലർച്ചെ 4-നും രാവിലെ 6:30-നും 2 തവണയായി നടത്തിയത്. രാവിലെ 6:30 നടത്തിയ റിഹേഴ്സൽ ഭക്തരെയും പൊതുജനങ്ങളെയും കുരുക്കി. ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ റോഡുകളും പാർക്കിംഗ് ഗ്രൗണ്ടുകളും അടച്ചിട്ടതോടെ റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാതെ ജനം കുടുങ്ങി. സ്കൂൾ വാഹനങ്ങളും കടത്തിവിട്ടില്ല. വിവാഹ വാഹനങ്ങൾ കടത്തിവിടാത്തതുമൂലം വധൂവരന്മാരും ബന്ധുക്കളും ഏറെ ദൂരം നടന്നാണ് ക്ഷേത്രനടയിലെത്തിയത്. പാർക്കിംഗ് ഗ്രൗണ്ടിലിട്ട വാഹനങ്ങൾ പുറത്തെടുക്കാനാകാതെ തീർത്ഥാടകർ വലഞ്ഞു. ദർശനത്തിനെത്തിയവർക്ക് ക്ഷേത്രനടയിലേക്ക് എത്താനാകാതെ അപ്സര ജംഗ്ഷനിലും തെക്കേ നടയിലും മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ടി വന്നു. ദർശനത്തിനുള്ളവരെ വടക്കേ നടയിലൂടെ മാത്രമാണ് കടത്തിവിട്ടത്. നാളിതുവരെ കണ്ടിട്ടില്ലാത്ത സുരക്ഷയാണ് ഇത്തവണ പ്രധാനമന്ത്രിക്കായി ഒരുക്കുന്നത്. സുരക്ഷയുടെ ഭാഗമായി ക്ഷേത്രത്തിനുള്ളിൽ അടിയന്തര പ്രവർത്തിക്കാർ മാത്രം മതിയെന്നാണ് SPG നിർദ്ദേശം. ഇതനുസരിച്ച് ക്ഷേത്രം തന്ത്രി മേൽശാന്തി, ക്ഷേത്രം DA, 2 ഓദിക്കന്മാർ, 1 കീഴ്ശാന്തി, 1 കഴകം, 1 വാര്യർ, ക്ഷേത്ര മാനേജർ, ക്ലർക്ക്, 2 സെക്യൂരിറ്റി ഓഫീസർമാർ, 2 തുലാഭാരം ജീവനക്കാർ അടക്കം 15-ൽ താഴെ പേരാണ് പ്രവൃത്തിക്കായി ഉണ്ടാവുക. ദേവസ്വം ഭരണസമിതി അംഗങ്ങൾക്ക് കൊടിമരത്തിന് സമീപം നിൽക്കുന്നതിന് അനുമതി നൽകിയിട്ടുമുണ്ട്. ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തും. രാവിലെ 10:15 വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി 10:30 തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. തന്ത്രിയുൾപ്പെടെ 5 പേർക്കാണ് പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി 11:15 കൊച്ചിയിലേക്ക് മടങ്ങും. കുഴിക്കാട്ടുശ്ശേരി വരദനാട് പാറക്കുളത്തിലേക്ക് കാർ മറിഞ്ഞുണ്ടായ ദുരന്തത്തിൽ മരിച്ച 3 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കുഴിക്കാട്ടുശ്ശേരി സ്വദേശി മൂത്തേടത്ത് ശ്യാം, പുത്തഞ്ചിറ മുരിക്കാട് സ്വദേശി താക്കോൽക്കാരൻ ടിറ്റോ,
കൊമ്പുടിഞ്ഞാമക്കൽ പുന്നേലിപ്പറമ്പിൽ ജോർജ് എന്നിവരാണ് മരിച്ചത്. ടിറ്റോയുടെ മൃതദേഹം ബുധനാഴ്ച പുത്തഞ്ചിറ ഈസ്റ്റ് സെന്റ് ജോസഫ് പള്ളിയിൽ സംസ്കരിക്കും. ശ്യാമിന്റെയും ജോർജിന്റെയും സംസ്കാര ചടങ്ങുകൾ നടന്നു. റോഡിനോട് ചേർന്നുള്ള 50 അടിയോളം ആഴമുള്ള കുളത്തിലേക്കാണ് തിങ്കളാഴ്ച രാത്രി 11 മണിയോടെ കാർ മറിഞ്ഞത്. ശ്യാമിന്റെ കാറാണ് മറിഞ്ഞത്. 3 പേരുടെയും മൃതദേഹം രാത്രി തന്നെ പുറത്തെടുത്തിരുന്നു. അപകടത്തിൽപ്പെട്ട കാർ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി. വീതി കുറഞ്ഞ റോഡിനോട് ചേർന്ന് 2 കുളങ്ങളാണുള്ളത്. വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാവാമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. നാടിനെ നടുക്കിയ അപകടത്തിൽ നഷ്ടപ്പെട്ടത് നാട്ടുകാരുടെ പ്രിയപ്പെട്ടവർ. 3 പേരും ഏറെക്കാലമായുള്ള സുഹൃത്തുക്കളായിരുന്നു. ആരെയും സഹായിക്കുവാനുള്ള മനസ്സ് കാണിക്കുന്ന ശ്യാം നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. വാഹനങ്ങളോട് ഏറെ താല്പര്യമുള്ള ശ്യാം ഡ്രൈവിംഗിൽ മികവ് പ്രകടിപ്പിച്ചിരുന്നു. തിങ്കളാഴ്ച രാത്രി കാറിൽ പോകുന്നതിനിടയിൽ നിർത്തി പലരോടും സൗഹൃദം പങ്കുവച്ചിരുന്നു. വ്യാപാരി എന്ന നിലയിൽ ജോർജിന് ഏറെ സൗഹൃദങ്ങളുണ്ടായിരുന്നു. ടിറ്റോ വിദേശത്ത് ബിസിനസ് നടത്തുന്നതിനിടയിൽ നാട്ടിലെത്തിയത് 3 മാസം മുൻപാണ്. മൂന്നുപേരുടെ മരണത്തിനിടയാക്കിയ പാറക്കുളത്തിന്റെ റോഡിനോട് ചേർന്നുള്ള കൈവരികൾ അപര്യാപ്തമാണെന്ന് അഗ്നിരക്ഷാസേന സ്കൂബ ഫയർ റെസ്ക്യൂ ഓഫീസർ സി രമേഷ് കുമാർ പറഞ്ഞു. വാഹനം ചെറുതായി തട്ടിയാൽ പോലും തകർന്നു പോകാവുന്ന കൈവരിയാണ് ഇവിടെയുള്ളത്. കൈവരികൾ സ്ഥാപിച്ചിരിക്കുന്നത് കുളത്തിന്റെ അതിർത്തിയോട് ചേർന്നാണെന്നതും അപകടകരമാണെന്ന്. കാറിൽ നിന്നുള്ള ഓയിലും പെട്രോളും വെള്ളത്തിൽ കലർന്നതിനാൽ രക്ഷാപ്രവർത്തനം ഏറെ പ്രയാസകരമായിരുന്നുവെന്നും സാധാരണ നിലയിൽ രാത്രി ഇത്തരം രക്ഷാപ്രവർത്തനം നടത്താറില്ലെന്നും എന്നാൽ അപകട സാധ്യത മുന്നിൽ കണ്ടാണ് വെളിച്ചമില്ലാതിരുന്നിട്ടും ഇറങ്ങിയത്. ആദ്യ ശ്രമത്തിൽ തന്നെ കാറിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടന്നവരെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നും സി രമേഷ് കുമാർ പറഞ്ഞു. നമുക്ക് ഫയർഫോഴ്സിന്റെ ഒരു സ്ക്യൂബ ടീം നിലവിൽ ഉണ്ട്. ഓരോ ജില്ലയിലെയും സ്ക്യൂബ ടീമുണ്ട്. കൂടാതെ തന്നെ കൃത്യമായി കോഴ്സുകൾ നടത്തി സ്ക്യൂബ ഡൈവേഴ്സിനെ ഫയർഫോഴ്സ് ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് മറ്റ് നേവി അല്ലെങ്കിൽ പോർട്ട് ഡിപ്പാർട്ട്മെന്റിനെ ആശ്രയിക്കേണ്ടി വരുന്നില്ലാന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അഭിമാനകരമായൊരു നേട്ടമെന്ന് പറയുന്നത്. ഓരോ ലെവലത്തിൽ പ്രത്യേകിച്ച് ടീമില്ല. ആലപ്പുഴ നിലയത്തിൽ സ്ക്യൂബ ഡൈവിംഗ് ലഭിച്ച 3 പേരുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുതുക്കാട് അങ്ങനെ പല സ്ഥല നിലയങ്ങളിൽ ട്രെയിനിങ് ലഭിച്ചവരുണ്ട്. ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പ് ഇങ്ങനെ അറിയിക്കുക, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് നിർദ്ദേശം വരിക. അതിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയാണോ കേസുകൾ അവിടെ പോയി അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. കണ്ടിട്ട് ഇതിപ്പോൾ നിലവിലത്തെ അടിസ്ഥാനത്തിൽ നിലവിൽ ഈ വാടാനപ്പള്ളിയിൽ പാചകവാതകം കയറ്റിപ്പോയിരുന്ന ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികനായ ഫോട്ടോഗ്രാഫർ മരിച്ചു. വാടാനപ്പള്ളി ചിലങ്ക ബീച്ച് സ്വദേശി നമ്പിപ്പരിച്ചി വീട്ടിൽ 50 വയസ്സുള്ള ജ്യോതികുമാറാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6:30യോടെയാണ് അപകടം. വാടാനപ്പള്ളി സെൻട്രലിൽ പഴയ രാഘവമേനോൻ റോഡിൽ നിന്ന് ദേശീയപാതയിൽ തെക്ക് ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിനിടെ എതിരെ നിന്ന് പാചകവാതകം കയറ്റിവന്ന ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ജ്യോതികുമാറിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. ചേലക്കര തൊട്ടേക്കോട് മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. 100ഓളം വാഴകളും തെങ്ങും നശിപ്പിച്ചു. രാത്രി 2 മണിയോടെ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ യൂസഫ് എന്നയാൾ കാട്ടാനയെ നേരിൽ കണ്ടതായും പറയുന്നു. പറയംചിറ ശ്രാമ്പിക്കൽ കുന്ന് ഷെരീഫ് ഇബ്രാഹിം എന്നിവരുടെ 100ഓളം വാഴകളും അബ്ദുൾ റഹ്മാൻ എന്നയാളുടെ തെങ്ങുമാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. ഏതാനും മാസങ്ങൾക്ക് മുൻപും മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരുന്നു. കോൾ മേഖലയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ഏനമാവ് റെഗുലേറ്ററിന് അഭിമുഖമായുള്ള ഭാഗികമായി പൊളിച്ച വളയംകെട്ട് അധികൃതർ പുനഃസ്ഥാപിച്ചില്ല. നെൽകർഷകർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. മഴയിൽ റെഗുലേറ്ററിന് മുന്നിലുള്ള ഫേസ് കനാലിൽ ജലനിരപ്പ് ഉയരുകയും കോൾബണ്ടുകൾ തകരുന്ന സ്ഥിതിയാവുകയും ചെയ്തതോടെയാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വളയം ബണ്ടിന്റെ മധ്യഭാഗം ഭാഗികമായി പൊളിച്ചുമാറ്റിയത്. റെഗുലേറ്ററിന്റെ 3 ഷട്ടറുകൾ തുറക്കുകയും ചെയ്തിരുന്നു. മഴ മാറി ജലനിരപ്പ് താഴ്ന്നാൽ കോൾ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കടക്കാൻ സാധ്യതയുള്ളതിനാൽ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരോട് ജാഗ്രത പുലർത്താനും കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ വളയംകെട്ട് പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും കടുത്ത അനാസ്ഥയാണ് ഉണ്ടാകുന്നതെന്ന് നെൽകർഷകർ പരാതിപ്പെട്ടു. 2.5 മീറ്ററോളം നീളത്തിലാണ് വളയംകെട്ട് പുനഃസ്ഥാപിക്കാനുള്ളത്. ശക്തമായ വേലിയേറ്റത്തിൽ സമീപ പ്രദേശത്തെ കോൾപ്പാടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറിയതായി കർഷകർ പറയുന്നു. ഫേസ് കനാലിലെ ജലനിരപ്പ് 1 മീറ്ററായി നിലനിർത്തണമെന്നിരിക്കെ ഇപ്പോൾ 50 സെന്റിമീറ്ററിൽ താഴെ മാത്രമാണ് ജലനിരപ്പ്. വിവിധ പാടശേഖരങ്ങളിലെ 10,000 ഏക്കർ നെൽകൃഷി നാശത്തിന്റെ വക്കിലാണ്. പാടശേഖരങ്ങളിലെ വെള്ളം പരിശോധിച്ചതിൽ നിന്നും ഉപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. കൃഷിനാശം സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇറിഗേഷൻ വകുപ്പ് അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. കർഷകർ രൂക്ഷമായ പ്രതിസന്ധി നേരിടുമ്പോഴും
MLA അടക്കമുള്ള ജനപ്രതിനിധികൾ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നും കർഷകർ ആരോപിച്ചു. വിഷയം ചൂണ്ടിക്കാട്ടി ഏനാമാവ് മുല്ലശ്ശേരി മേഖലയിലെ നെൽകർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി ഏനാമാവ് റെഗുലേറ്റർ പരിസരത്ത് ചേർന്ന പ്രതിഷേധ സദസ്സ് ജില്ലാ കോൾകർഷക സംഘം ട്രഷറർ KR ജോർജ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ കർഷക കൂട്ടായ്മ ചെയർമാൻ P പരമേശ്വരൻ അധ്യക്ഷനായിരുന്നു. TCV ന്യൂസ്, പാവർട്ടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് ചേലക്കര മേഖലാ സമ്മേളനം നടന്നു. ഗോൾഡൻ ഗേറ്റ് ഹാളിൽ നടന്ന സമ്മേളനത്തിന് തുടക്കം കുറിച്ച് മേഖലാ പ്രസിഡന്റ് CG ജോസ് പതാക ഉയർത്തി. സമ്മേളനം COA സംസ്ഥാന ട്രഷറർ PS സിബി ഉദ്ഘാടനം ചെയ്തു. COA ചേലക്കര മേഖലാ പ്രസിഡന്റ് CG ജോസ് അധ്യക്ഷത വഹിച്ചു. COA ചേലക്കര മേഖലാ സെക്രട്ടറി ജേക്കബ് ജെറോം പ്രവർത്തന റിപ്പോർട്ടും COA ചേലക്കര മേഖലാ ജോയിന്റ് സെക്രട്ടറി B ശിവശങ്കരൻ അനുശോചന പ്രമേയവും മേഖലാ ട്രഷറർ V മണികണ്ഠൻ സാമ്പത്തിക റിപ്പോർട്ടും മേഖലാ മെമ്പർ PV ബെന്നി ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, കേരള വിഷൻ ചെയർമാൻ നാസർ, KCCL ഡയറക്ടറും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ VP ബിജു, കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ T ജയപ്രകാശ്, COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അമ്പലപ്പാട്ട് മണികണ്ഠൻ, സ്വാഗത സംഘം കൺവീനർ KV മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ COA ചേലക്കര മേഖലാ പ്രസിഡന്റായി ജേക്കബ് ജെറോമിനെയും സെക്രട്ടറിയായി KV മനോജ്, ട്രഷററായി V മണികണ്ഠൻ, വൈസ് പ്രസിഡന്റായി KT ബാബുരാജ്, ജോയിന്റ് സെക്രട്ടറിയായി ശിവശങ്കരൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. യുവാവിനെ മദ്യക്കുപ്പി കൊണ്ട് തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ 1 വർഷം കഠിന തടവും 15,000 രൂപ പിഴയും ശിക്ഷ. കരിവന്തല നാരായണപ്പറമ്പത്ത് അനിൽകുമാറിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. വെങ്ങടങ്ങ് നമ്പിലത്ത് വീട്ടിൽ ബിന്ദുവിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ കോടതിയിൽ ഹാജരായി. പെരുമ്പടപ്പ് പട്ടേരിക്കുന്നിൽ കിണറ്റിൽ വീണ 2.5 വയസ്സുകാരി മരിച്ചു. അമ്മയെ രക്ഷപ്പെടുത്തി. വന്നേരി സ്വദേശിനി പേരോത്തയിൽ ഹസീനയുടെ മകൾ ഇഷ മെഹ്റിൻ ആണ് മരിച്ചത്. ഹസീനയെ രക്ഷപ്പെടുത്തി ഹസീനയുടെ ഭർത്തൃ വീട്ടിലെ കിണറ്റിലാണ് ഇരുവരും വീണുകിടക്കുന്നത് കണ്ടത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ഇരുവരെയും കിണറ്റിൽ നിന്നും പുറത്തെടുത്ത് പുത്തൻപള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും കുട്ടിയെ രക്ഷിക്കാനായില്ല. 3.5 വർഷം മുൻപാണ് ഇവരുടെ വിവാഹം നടന്നത്. ഭർത്താവ് വിദേശത്താണ്. പെരുമ്പടപ്പ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ഉത്സവം ആഘോഷിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 41 ദേശങ്ങളിൽ നിന്നുള്ള ഗജവീരന്മാർ അണിനിരന്നു. ഗജരാജൻ, പാമ്പാടി രാജൻ ഭഗവതിയുടെ തിടമ്പേറ്റി. കിഴക്കൂട്ട് അനിയന്മാരാരുടെ പാണ്ടിമേളം കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയായി. അതിരപ്പള്ളി മേഖലയിൽ വനത്തിനുള്ളിൽ അതിക്രമിച്ചു കടന്ന വിനോദസഞ്ചാരികൾക്കെതിരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കേസെടുത്തു. അങ്കമാലി സ്വദേശികളായ 5 പേർക്കെതിരെയാണ് കേസ്. ഇവർക്ക് സഹായം ചെയ്തുകൊടുത്ത താൽക്കാലിക വാച്ചറുടെ പേരിലും കേസുണ്ട്. അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടേതാണ് നടപടി. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. വാഹനവുമായി ഇവർ 10 കിലോമീറ്ററിലേറെ വനത്തിനുള്ളിലേക്ക് യാത്ര ചെയ്തു. സംഘം വനത്തിൽ കടക്കാൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുക്കും. സംഭവവുമായി ബന്ധപ്പെട്ട് വാച്ചർ അയ്യമ്പുഴ സ്വദേശി ശ്രീലേഷിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. വില്ലേജ് ഓഫീസുകൾക്ക് ഒരേ പേര് വന്നത് ഏറെ പൊല്ലാപ്പായി മാറിയെന്ന് തെക്കങ്കര മണലിത്തറ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസർ ജോസഫ് ഫ്രാൻസിസ്. കഴിഞ്ഞ ദിവസം തൃശൂർ മുകുന്ദപുരം താലൂക്കിലെ തെക്കങ്കര വില്ലേജ് ഓഫീസർ സാദിഖ്, താൽക്കാലിക ഫീൽഡ് അസിസ്റ്റന്റായ ഹാരിസ് എന്നിവരെ 3500 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടിയിരുന്നു. സംഭവം അറിഞ്ഞതോടെ തലപ്പള്ളി താലൂക്കിലെ തെക്കങ്കര മണലിത്തറ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിലേക്ക് തെറ്റിദ്ധരിച്ച് ഫോൺ കോളുകളുടെ പ്രവാഹമായിരുന്നു. ഒരേ പേര് വന്നതിനാൽ പരിസരത്തുള്ളവരും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേരുമാണ് ഇവിടെ എത്തി വിവരങ്ങൾ ആരാഞ്ഞത്. കോടതി വ്യവഹാര രേഖകളും മറ്റ് തപാലുകളും തെറ്റി തെക്കങ്കര മണലിത്തറ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട്. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മാത്രമേ കണ്ടുപിടിക്കുവാൻ സാധിക്കുകയുള്ളൂ. മുകുന്ദപുരം താലൂക്കിലെ തെക്കങ്കര വില്ലേജ് ഓഫീസിന്റെ പേര് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചന്ദ്രാപിന്നി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പൊതുസമ്മേളനം നടത്തി. ചന്ദ്രാപിന്നി സെന്ററിൽ നടന്ന പൊതുസമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി മാത്രമല്ല കേന്ദ്ര മന്ത്രിസഭ ഒന്നടങ്കം വന്ന് തൃശൂരിൽ തമ്പടിച്ചാൽ പോലും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒരു കോട്ടവും സംഭവിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് MU ഉമറുൽ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സജയ് വയനപ്പള്ളി, MK അബ്ദുൾ സലാം, ശോഭ സുബിൻ, അനിൽ പുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈ രാജ്യത്തെ വർഗീയപരമായി വിഭജിച്ച് ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്ത്
ഈ രാജ്യത്ത് CAA, NRC കരിനിയമങ്ങൾ ഉണ്ടാക്കി രാജ്യത്തിന്റെ ഭേദഗതി ചെയ്ത പൗരത്വ ഭേദഗതി നിയമത്തിൽ CPI മാള മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സാബു ഏരിമൽ, EK അനിലൻ എന്നിവരെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഇരുവർക്കുമെതിരെ പരാതിയുണ്ടെന്നാണ് പാർട്ടി നേതാക്കൾ നൽകുന്ന സൂചന. പരാതികൾ അന്വേഷിക്കാൻ ജില്ലാ കമ്മിറ്റി ഉപസമിതിയെ നിയോഗിക്കും. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ ഉണ്ടാകുന്നതെന്നാണ് സൂചന. സാബു ഏരിമലിനെ മാള ലോക്കൽ കമ്മിറ്റിയിലേക്കും EK അനിലിനെ അന്നമനാട് ലോക്കൽ കമ്മിറ്റിയിലേക്കുമാണ് മാറ്റിയത്. ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, KP രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്ത മണ്ഡലം സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നടപടി. കൊടകര കൃഷ്ണൻകോട്ട സംസ്ഥാന പാതയിലെ ആളൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം അപകടങ്ങൾ തുടർക്കഥയാകുന്നു. റോഡിലെ അശാസ്ത്രീയമായ വളവുകളും വാഹനങ്ങളുടെ അമിത വേഗവുമാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയെയും തീരദേശ ഹൈവേയെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് കൊടകര കൃഷ്ണൻകോട്ട റോഡ്. പോട്ട മൂന്നുപീടിക സംസ്ഥാന പാതയെയും ഈ റോഡ് ബന്ധിപ്പിക്കുന്നുണ്ട്. മെക്കാഡൻ ടാറിംഗ് നടത്തി റോഡ് വികസിപ്പിച്ച സമയത്ത് ആളൂർ മേൽപ്പാലത്തിന് സമീപത്തെ വളവുകൾ ഇല്ലാതാക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകാത്തതാണ് ഇവിടെ അപകടങ്ങൾ ആവർത്തിക്കാൻ ഇടയാക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. 5 മാസം മുൻപ് ഇവിടെ KSRTC ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചിരുന്നു. ഇതേ സ്ഥലത്ത് തന്നെയാണ് തിങ്കളാഴ്ച രാത്രി സിമന്റ് കയറ്റി വന്ന ട്രെയിലർ ലോറി നിയന്ത്രണം വിട്ട് സ്കൂട്ടറിന് മുകളിലേക്ക് മറിഞ്ഞ് സ്കൂട്ടർ യാത്രക്കാരന് ദാരുണ അന്ത്യമുണ്ടായത്. ആളൂർ റെയിൽ മേൽപ്പാലം കഴിഞ്ഞു വരുന്ന ഭാഗത്ത് നേരത്തെ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനായി ഹമ്പ് സ്ഥാപിച്ചിരുന്നു. ദേശീയപാതയിൽ ഹമ്പ് പാടില്ലെന്ന് പറഞ്ഞ് ഇത് നീക്കം ചെയ്ത ശേഷമാണ് അപകടങ്ങൾ ആവർത്തിക്കുന്നതെന്നാണ് ആക്ഷേപമുയരുന്നത്. അപകടങ്ങൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഗൗരവത്തോടെ ഇതിന് ഒരു പരിഹാരമുണ്ടാക്കുവാൻ എല്ലാ തലത്തിലും, സർക്കാർ തലത്തിലും മറ്റു എല്ലാ ഭരണതലങ്ങളിലും അതിനുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് അപേക്ഷിക്കുകയാണ്. മേൽപ്പാലത്തിന് മുമ്പായുള്ള വളവുകളും അപകടത്തിന് കാരണമാകുന്നുണ്ട്. മേൽപ്പാലം കഴിഞ്ഞുള്ള 100 മീറ്റർ ദൂരത്തിൽ 3 വളവുകളാണ് ഇവിടെയുള്ളത്. ഹമ്പ് ഇല്ലാത്തതിനാൽ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ പലപ്പോഴും നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഈ ഭാഗത്ത് ഇനിയും മനുഷ്യജീവനുകൾ പൊലിയാതിരിക്കാൻ റോഡിലെ അപകടകരമായ വളവുകൾ ഇല്ലാതാക്കുകയും മേൽപ്പാലം ഇറങ്ങി വരുന്ന ഭാഗത്ത് വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV ന്യൂസ്, കൊടകര. പൊതുനിരത്തുകളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുകയും ഒഴുക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ചാലക്കുടി നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. മാലിന്യം നിക്ഷേപിക്കുന്നവരിൽ നിന്ന് ആദ്യഘട്ടത്തിൽ 2000 രൂപയും ആവർത്തിച്ചാൽ 5000 രൂപയും പിഴ ഈടാക്കും. നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിലവിലെ 49 CCTV ക്യാമറകൾക്ക് പുറമെ 12 കൂടി സ്ഥാപിക്കും. അഗതിരഹിത കേരളം ഗുണഭോക്താക്കൾക്ക് മാസം തോറും നൽകുന്ന പോഷകാഹാര കിറ്റിന് സർക്കാർ ഫണ്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും തുക നൽകുവാനും ചെയർമാൻ എബി ജോർജ് അധ്യക്ഷനായ കൗൺസിൽ യോഗം തീരുമാനിച്ചു. സിനിമാ നാടക പ്രവർത്തകൻ അരവിന്ദൻ നെല്ലുവായി രചനയും സംവിധാനവും നിർവഹിച്ച തത്സമയം എന്ന ചലച്ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം നെല്ലുവായി ശ്രീ മുല്ലയ്ക്കൽ ക്ഷേത്രാങ്കണത്തിൽ നടന്നു. മണൽ ചിത്രകാരൻ ബാബു എടക്കുന്നി ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാൽ അധ്യക്ഷനായി. ചിത്രകാരൻ ഗായത്രി ഗുരുവായൂർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി എന്നിവർ സംസാരിച്ചു. അരവിന്ദൻ നെല്ലുവായിയെ ഉപഹാരം നൽകി അനുമോദിച്ചു. KN ശൈലജയാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ഛായാഗ്രഹണം മണികണ്ഠൻ വടക്കാഞ്ചേരിയും കല രാജേഷും എഡിറ്റിംഗ് സജീഷ് നമ്പൂതിരിയുമാണ് നിർവഹിച്ചിട്ടുള്ളത്. മൊബൈൽ പോലും എടുക്കാതെ പോയ സ്ഥിതിക്ക് അവരെന്തോ തീരുമാനിച്ചുറപ്പിച്ചായിരിക്കണം. എപ്പോ നോക്കിയാലും ജോലി തിരക്ക് തന്നെ. ഇത്രമാത്രം തിരക്കുണ്ടോ സഹദേവേട്ട ആസ്പത്രിയില്? എങ്കിൽ ജയ പോയതന്നെ വടക്കുംപുറത്തെ സുബീന്റെ കൂടെ. സഹദേവന്റെ മോള് പോയാലും പോയാലും ഇവിടെ ഇവള് കാണിക്കണ തോന്നിയാസത്തിനെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കിടന്ന് ഞാനാ. ആരീ തൊമ്മിച്ചൻ? കുഞ്ഞാണെന്നൊന്നും ഈ പാവൻ തൊമ്മിച്ചൻ നോക്കില്ലാട്ടാ. എല്ലാത്തിന്റെ മടിക്കുതിരാൻ പിടിക്കും. അവന്റെ ഭാര്യ തൊഴിലുറപ്പ് പണിക്ക് കുടുംബം കഴിഞ്ഞിട്ട് അഞ്ചേരി കുണ്ടോളി ശ്രീകണ്ണമ്പുള്ളി മുത്തപ്പൻകാവ് ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് പെരുമ്പടപ്പ് വടക്കേടത്തുമന കേശവൻ നമ്പൂതിരി വല്ലച്ചിറ കാർമ്മികത്വം വഹിച്ചു. തിരുവമ്പാടി അർജുനൻ എഴുന്നള്ളിപ്പിൽ തിടമ്പേറ്റി. ജിതിൻ കല്ലാറ്റിന്റെ നേതൃത്വത്തിൽ പാണ്ടിമേളം അകമ്പടിയായി.
സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന്റെ പ്രചരണാർത്ഥം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന സൈക്ലത്തോണിന് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സീനിയർ ഗ്രൗണ്ടിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ അധ്യക്ഷനായി. കുന്നംകുളം നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ് സൈക്കിൾ താരങ്ങളെ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. ഹെഡ്മാസ്റ്റർ സോമൻ, പ്രിൻസിപ്പൽ PI റസിയ, ഒളിമ്പിക് അസോസിയേഷൻ ട്രഷറർ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. സാധ്യതയുള്ള ഒരു കേരളത്തിലുടനീളം ശരിക്കും താന്യം പഞ്ചായത്തിന്റെയും തൃപ്രയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് പാലിയേറ്റീവ് അംഗങ്ങളും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ആരോഗ്യവകുപ്പ് ജീവനക്കാരും ചേർന്ന് ചാവക്കാട് 4 മണിക്കാറ്റ് കായൽ തീരത്തേക്കുള്ള യാത്ര സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ദേവസ്വം ഭരണസമിതിയുടെ കാലാവധി ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകും. 6 വർഷത്തെ കാലയളവിനുള്ളിൽ 37 പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനും 6 പദ്ധതികൾ തുടങ്ങിവെക്കുന്നതിനും സാധിച്ചതായി ദേവസ്വം ചെയർമാൻ U. പ്രദീപ് മേനോൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ പ്രവാസി വ്യവസായി നിസാർ അഷ്റഫിന്റെ സഹായത്തോടെ CCTV സ്ഥാപിക്കുകയും ഭക്തരുടെ തന്നെ സഹായത്തോടെ പഴക്കം ചെന്ന കിഴക്കേ ഗോപുരവും പടിഞ്ഞാറേ ഗോപുരവും നവീകരിക്കാൻ സാധിച്ചതായും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചേലക്കര എലിയപ്പറ്റ അന്തിമഹാകാളങ്കാവ് ക്ഷേത്രത്തിൽ നവീകരണ സഹസ്രകലശം 17 മുതൽ 25 വരെ നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിക്കും. ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന സാംസ്കാരികോത്സവം മന്ത്രി K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ PK സുനിൽ, ദിവാകരൻ, വിനോദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൊറത്തിശ്ശേരി കല്ലട ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവം 20 മുതൽ 23 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൊടിയേറ്റം മേൽശാന്തി പെരിങ്ങാത്ര സുരാജ് നിർവഹിച്ചു. വേലാഘോഷ ദിനമായ 23-ാം തീയതി വൈകിട്ട് എഴുന്നള്ളിപ്പ് നടക്കും. 60-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളത്തിന് കലാമണ്ഡലം ഹരീഷ് മാരാർ പ്രമാണം വഹിക്കും. ജനുവരി 30-ാം തീയതി നട തുറപ്പും പൊങ്കാല സമർപ്പണവും നടക്കും. പ്രസിഡന്റ് ബിജോയ് തൈവളപ്പിൽ, സെക്രട്ടറി വിക്രം പുത്തുകാട്ടിൽ, ഖജാൻജി മജു വടവന തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്തിൽ പ്രവർത്തനമില്ലാതെ ജീർണിച്ച് നശിക്കുന്ന മുരുക്കുങ്ങൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പുനരുദ്ധരിക്കുമെന്ന അധികൃതരുടെ ഉറപ്പ് പ്രദേശവാസികൾക്ക് പ്രതീക്ഷ പകരുന്നു. നിർമ്മാണം പൂർത്തിയാക്കി 2 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും നോക്കുകുത്തിയായി നിലകൊള്ളുന്ന മുരുക്കുങ്ങൽ IHDP കോളനി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പട്ടികജാതി വികസനത്തിനായുള്ള പ്രത്യേക ഫണ്ടോ ധനകാര്യ കമ്മീഷൻ വിഹിതമായ ടൈഡ് ഫണ്ടോ ഉപയോഗപ്പെടുത്തി പ്രവർത്തനക്ഷമമാക്കുമെന്ന ഉറപ്പാണ് അധികൃതർ നൽകുന്നത്. പദ്ധതി പ്രവർത്തനക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ ആൻഡു ചെമ്മഞ്ചേരി നവകേരള സദസ്സിൽ സമർപ്പിച്ച നിവേദനത്തിന് മറുപടിയായാണ് മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിട്ടുള്ളത്. 9ാം പഞ്ചവത്സര പദ്ധതികാലത്ത് ആരംഭിച്ച പദ്ധതി സാങ്കേതികതകൾ ഒഴിവാക്കി ആസ്തിയിൽ ഉൾപ്പെടുത്തി പ്രവർത്തനക്ഷമമാക്കേണ്ടതുണ്ടെന്ന് ഈ മാസം 3-ന് ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളതായും പദ്ധതിയുടെ പുനരുദ്ധാരണം തനത് വർഷത്തെ ഗ്രാമസഭ നിർദ്ദേശമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സെക്രട്ടറി നൽകിയ മറുപടിയിൽ പറയുന്നു. പദ്ധതിയുടെ പുനരുദ്ധാരണത്തിന് അധികമായി വേണ്ടിവരുന്ന ഫണ്ടിനായി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹായം ലഭ്യമാക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് സെക്രട്ടറി രേഖാമൂലം അറിയിച്ചതായി ആൻഡു ചെമ്മഞ്ചേരി പറഞ്ഞു. ഒരുപാട് പണം സർക്കാരിൻ്റെ ഇതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഒരു 20 വർഷത്തോളമായി ഈ പദ്ധതി ഇങ്ങനെ നശിച്ചു കിടക്കുകയാണ്. ഈ കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഞാൻ ഒരു പരാതി ഈ പദ്ധതിയുമായിട്ട് കൊടുത്തു. ഈ പദ്ധതിയെക്കുറിച്ച് എനിക്ക് തന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഇത് നടപ്പിലാക്കാനും ഇതിൻ്റെ ഫണ്ട് കണ്ടെത്താനും വേണ്ടി ഉള്ള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ ശ്രമവും ഉണ്ടാവും. എത്രയും പെട്ടെന്ന് ഈ പദ്ധതി നടപ്പിലാക്കാൻ നമുക്ക് ഈ തന്നിട്ടുള്ള ലെറ്ററിൽ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മുരുക്കുങ്ങൽ IHDP കോളനിയിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളവും ജലസേചന സൗകര്യം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് 1998-99 സാമ്പത്തിക വർഷത്തിലാണ് മുരുക്കുങ്ങൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ആവിഷ്കരിച്ചത്.
പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ ആവിഷ്കരിച്ച പദ്ധതിക്ക് 25 ലക്ഷം രൂപയാണ് തുടക്കത്തിൽ വകയിരുത്തിയത്. കോടാലി പാടശേഖരത്തിന് സമീപം വെള്ളിക്കുളം വലിയ തോടിന്റെ കരയിൽ പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം കണ്ടെത്തി കുളവും പമ്പ് ഹൌസും നിർമ്മിച്ചുവെങ്കിലും പൈപ്പ് ലൈനിന്റെ പണികൾ പൂർണ്ണമായി നടക്കാതിരുന്നതിനാൽ പദ്ധതി പ്രവർത്തനക്ഷമമായില്ല. ഗുണഭോക്തൃ സമിതി ഇടക്കാലത്ത് നിർജ്ജീവമായതും പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. വർഷങ്ങളോളം വെയിലും മഴയും ഏറ്റുകിടന്ന പൈപ്പുകൾ മണ്ണിനടിയിലിട്ട് പിന്നീട് പണി പൂർത്തീകരിച്ചുവെങ്കിലും ആദ്യ പമ്പിങ്ങിൽ തന്നെ പലയിടത്തും പൈപ്പ് പൊട്ടി. ഭിത്തി ഇടിഞ്ഞു വീണും മോട്ടോറും അനുബന്ധ ഉപകരണങ്ങളും തുരുമ്പെടുത്തും നാശത്തിന്റെ വക്കിലാണ് പമ്പ് ഹൌസ്. പദ്ധതി പുനരുദ്ധരിച്ച് പ്രവർത്തനക്ഷമമാക്കുന്ന അധികൃതരുടെ ഉറപ്പ് മേഖലയിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ പകരുകയാണ്. TCV ന്യൂസ് കൊടകര. SNDP യോഗം തൃശൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മഹാകവി കുമാരനാശാൻ സ്മൃതി ദിനം ആചരിച്ചു. യൂണിയൻ പ്രസിഡന്റ് IG പ്രസിഡന്റ് അധ്യക്ഷതയിൽ ചേർന്ന യോഗം വനിതാ സംഘം കേന്ദ്ര സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി KC വിജയൻ ആശാൻ അനുസ്മരണം നടത്തി. SKSSF പന്തല്ലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മജ്ലിസുന്നൂർ വാർഷികവും മതപ്രഭാഷണവും ദുവാ സമ്മേളനവും ബുധൻ വ്യാഴം തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബുധനാഴ്ച പാണക്കാട് സയ്യിദ് നാസർ ഹൈസ് ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും. 18-ാം തീയതി പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ 2ാം ദിവസത്തെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ സുഹൈൽ പന്തല്ലൂർ, MK റഫീഖ്, PS സുലൈമാൻ, BH ജുസൈർ, PS സഫ്വാൻ എന്നിവർ പങ്കെടുത്തു. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായി ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൽ കർഷകർക്കും വിദ്യാർത്ഥികൾക്കും ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തുന്ന രീതി പ്രദർശിപ്പിച്ചു. ഏങ്ങണ്ടിയൂർ MI മിഷൻ നഴ്സിംഗ് കോളേജ് വളപ്പിലെ വാഴകൃഷിയിലാണ് വളപ്രയോഗത്തിന്റെ പ്രദർശനം നടത്തിയത്. ഏങ്ങണ്ടിയൂർ കൃഷി ഓഫീസർ ചിഞ്ചു P ബാബു, കൃഷി അസിസ്റ്റന്റ് ഗ്രീഷ്മ, മുൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ OJ ഒനിൽ, ഫാദർ ഡെമിൻ തറയിൽ എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരാറുള്ള കൺവെൻഷൻ 19, 20, 21 തീയതികളിൽ കുന്നംകുളം ബഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഫാദർ ജോസഫ് ചെറുവത്തൂർ, ജോയിന്റ് ജനറൽ കൺവീനർ PU ഷാജൻ, പബ്ലിസിറ്റി കൺവീനർമാരായ ഫാദർ ഗീവർഗീസ് K വിൽസൺ, CK ബാബു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചുവ മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം മേൽശാന്തി പ്രകാശ് നാരായണ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭണ്ഡാര അടുപ്പിൽ ക്ഷേത്രം മേൽശാന്തി പ്രകാശ് നാരായണ നമ്പൂതിരി തീ പകർന്നതോടെ കലം കരിക്കൽ ചടങ്ങ് നടന്നു. പരമ്പരാഗത വേലവരവും നടന്നു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അശോക് കുമാർ, സെക്രട്ടറിമാരായ KS ചന്ദ്രൻ, CV സുരേഷ്, ട്രഷറർ അപ്പു, വൈസ് പ്രസിഡന്റ് ജയൻ കല്ലാഴി, വിവിധ കമ്മിറ്റി ഭാരവാഹികളായ സുധീർ, സുനിൽ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ പേരകം തേക്കിൻകാട് ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം ഭക്തിസാന്ദ്രമായി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ക്ഷേത്ര സന്നിധിയിലെത്തി. നടക്കൽപ്പറ, പള്ളിത്താലം എഴുന്നള്ളിപ്പ്, ഗുരുതി എന്നിവ നടന്നു. ക്ഷേത്ര ഭാരവാഹികളായ ബേബി കരിപ്പോട്ടിൽ, ശശി ആനക്കൂട്ടിൽ, സോമനാഥൻ കടാഞ്ചിറ, സുധാകരൻ മുണ്ടൻതറ, EV ശശി, MK രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്തിക്കാട് ഹൈസ്കൂളിലെ ആദരണീയം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷജിൽ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നടൻ നന്ദകിഷോർ വിശിഷ്ടാതിഥിയായി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ പുരസ്കാര വിതരണം നിർവഹിച്ചു. കലാകായിക ശാസ്ത്രമേളകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CK കൃഷ്ണകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ്, വാർഡ് മെമ്പർ TP രഞ്ജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പള്ളിനട യൂണിറ്റ് വാർഷിക പൊതുയോഗവും വനിതാ യൂത്ത് വിംഗ് രൂപീകരണവും നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KR നിതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം നിയോജകമണ്ഡലം ചെയർമാൻ P പവിത്രൻ, KJ സൈഫുദ്ദീൻ, ഷിംനാസ് പുന്നകത്ത്, NM ഫിറൂസ്, MR സച്ചിദാനന്ദൻ, AM കമറുദ്ദീൻ, വിനോദ് കക്കറ, PG ദിലീപ് കുമാർ, CC അനിത തുടങ്ങിയവർ സംസാരിച്ചു. കഴിയുന്നുണ്ട് ബന്ധപ്പെട്ട
പിന്തുണയാണ് നമ്മളെ ഏറ്റവും വലിയ സംഘടന അതിന്റെ ജനറൽ സെക്രട്ടറി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിൽ 1973 ആരംഭിച്ച ചരിത്ര ബിരുദ കോഴ്സിന്റെ സുവർണ ജൂബിലി ആഘോഷം നടന്നു. ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ചടങ്ങ് സാഹിത്യകാരൻ ബക്കർ മെത്തല ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ രശ്മി അധ്യക്ഷത വഹിച്ചു. ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ രമണി, ഡോക്ടർ മുഹമ്മദ് ബഷീർ, വിദ്യാർത്ഥി പ്രതിനിധി സാനിയ മറിയം, ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഹരികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കൊടുങ്ങല്ലൂർ സർക്കിൾ യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം SP KM ആന്റണി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CJ റാപ്സന്റ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CS ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി PK ഹരിദാസ്, ട്രഷറർ NT ബാബു, EJ ക്ലീറ്റസ്, കൊച്ചു മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക സൗത്ത് SNDP സ്കൂൾ KG വിദ്യാർത്ഥികളുടെ ബാലോത്സവം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് വിനീത TD ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ചിത്ര B, MPTA പ്രസിഡന്റ് അമ്പിളി പ്രയാഗ്, അധ്യാപകരായ ഷാജിദ, ഷമീല, റാഷിദ, ഷൈന തുടങ്ങിയവർ സംസാരിച്ചു. മാങ്ങാട്ടുകര അയ്യപ്പസേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടന്ന ദേശവിളക്ക് ഭക്തി നിർഭരമായി. ദേശവിളക്കിനോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടന്നു. ശബരീശം പുരസ്കാരം രഘു നല്ലയിലിനും ശ്രീരാമം പുരസ്കാരം വേണു മാമ്പുള്ളിക്കും അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ സമർപ്പിച്ചു. യോഗത്തിൽ അയ്യപ്പസേവാ സംഘം പ്രസിഡന്റ് ബാലകൃഷ്ണൻ പൂറക്കോട്ട് അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോട്ടുകര വടക്കുമുറി, തെക്കഞ്ചേരി, പുളിക്കൽ, കാഞ്ഞിരച്ചുവട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ആഘോഷം ഭക്തി നിർഭരമായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം കൂട്ടിയെഴുന്നള്ളിപ്പ്, ചെണ്ടമേളം, തായമ്പക എന്നിവ നടന്നു. 7 ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകളും കാവടി ആഘോഷവും മാറ്റുകൂട്ടി. കൊമ്പൻ, ചിറക്കര ശ്രീറാം തിടമ്പേറ്റി, ക്ഷേത്രം ഭാരവാഹികളായ ഷാജി പുതുവെട്ടിൽ, സുമേഷ് വള്ളോപ്പുള്ളി, ശാന്തിമാരായ ചാഴൂർ ശ്രീകുമാർ, സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. വീണ്ടും പ്രധാന വാർത്തകൾ. ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്രങ്ങളിൽ പ്രധാനമന്ത്രി ബുധനാഴ്ച ദർശനം നടത്തും. സുരക്ഷയ്ക്കായി 4000-ഓളം പോലീസുകാരെ വിന്യസിപ്പിച്ചു. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ കാർ പാറക്കുളത്തിലേക്ക് മറിഞ്ഞു മരിച്ച 3 പേരിൽ 2 പേരുടെ സംസ്കാരം നടന്നു. പാറക്കുളത്തിന്റെ റോഡിനോട് ചേർന്നുള്ള കൈവരികൾ അപര്യാപ്തമാണെന്ന് അഗ്നിശമന സേന. ചേലക്കര തോട്ടേക്കോട് മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. 100ഓളം വാഴകളും തെങ്ങുകളുമാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. ഏനമാവ് റെഗുലേറ്ററിന് സമീപം ഭാഗികമായി പൊളിച്ച വളയം കെട്ട് പുനഃസ്ഥാപിച്ചില്ല. വിവിധ പാടശേഖരങ്ങളിലെ 10000 ഏക്കർ നെൽകൃഷി നാശത്തിന്റെ വക്കിൽ. നെൽ കർഷകർ പ്രക്ഷോഭത്തിലേക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.